ആണല്ലോ നാം ഏറ്റവും വില കൽപ്പിക്കേണ്ടത്. കർത്താവ് എന്തിനാണ് വന്നതെന്ന് എൻ്റെ പ്രിയപ്പെട്ട സഹോദരൻ ഇപ്പോൾ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കും. ഞാൻ എൻ്റെ ഇഷ്ടമല്ല എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. നിങ്ങൾ കേൾക്കൂ, ഒന്നുകൂടെ ഞാൻ പറയാം. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വന്നിരിക്കുന്നത്. ബാക്കി വായിക്കാം. അവൻ എനിക്ക് തന്നതിൽ ഒന്നും ഞാൻ കളയാതെ ഒന്നുപോലും ഞാൻ കളയാതെ എല്ലാം ഒടുക്കത്തെ നാളിൽ എല്ലാവരും ഒടുവിലത്തെ നാളിൽ ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. വളരെ കുറച്ച് സമയമേ നമുക്കുള്ളൂ. നിങ്ങൾ വളരെ ശ്രദ്ധയോടെ ഇരിക്കുന്നതിൽ എനിക്ക് സന്തോഷമുണ്ട്. ഒരു വാക്കുപോലും വിട്ടുപോകാതെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഈ വാർദ്ധക്യത്തിൽ നിങ്ങളോട് ഞാൻ അപേക്ഷിക്കുകയാണ്. ഇനിയും നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ വരാൻ എനിക്ക് കഴിയുമോ എന്ന് ഉറപ്പുമില്ല. കർത്താവ് പറയുന്നു, ഞാൻ വന്നത് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം പ്രവർത്തിപ്പാനാണ്. അവൻ്റെ ഇഷ്ടം എന്താണ്? അവൻ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതിൽ ഒന്നുപോലും നഷ്ടമാകാതെ ഒടുവിലത്തെ നാളിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ളതാണ് എന്നെ അയച്ചവൻ്റെ ഇഷ്ടം. ഇതിന് പ്രത്യേക ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. എന്നാൽ ഇതിനോടനുബന്ധിച്ച് എബ്രായ ലേഖനത്തിൽ നിന്ന് അപ്പോസ്തലൻ പൗലോസ് പറയുന്ന ഒരു വാക്യവും കൂടെ നമുക്ക് വായിക്കാം. ഏതാണ്ട് ഈ വാക്കിനോട്, ഈ വാചകത്തോട് വളരെ സാമ്യമുള്ളതാണ് അപ്പോസ്തലൻ പറയുന്ന ആ വാക്യം. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാമത്തെ വാക്യം ഇപ്രകാരം നമുക്ക് വായിച്ചു കേൾക്കാം. ഇതാ ഞാൻ നിന്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട്, ഇതാ ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവൻ രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഈ രണ്ട് വാക്യങ്ങൾ നിങ്ങളുടെ മനസ്സിലിരിക്കണം. ഈ രണ്ട് വാക്യങ്ങൾ കൂടി നമുക്ക് എന്തെല്ലാം കാര്യങ്ങളാണ് ചിന്തിക്കാനുള്ളത്. കർത്താവ് വന്നത് തന്നെ അയച്ച പിതാവിൻ്റെ ഇഷ്ടം പ്രവർത്തിക്കാനാണ്. ആ കർത്താവ് ആ ഇഷ്ടം പ്രവർത്തിക്കുന്നത് എങ്ങനെയെന്ന് പൗലോസ് അപ്പോസ്തലൻ പറയുന്നു. ഇതാ ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. പ്രിയപ്പെട്ടവരെ, ഇന്നത്തെ ആധുനിക വേർപാട് സഭകൾ, പെന്തക്കസ്ത സഭകൾ പ്രഘോഷിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട്. കാൽവറിയിലെ കർത്താവിൻ്റെ കുരിശുമരണത്തോടുകൂടി യാഗബലികൾ നിന്നുപോയി. കാൽവറിയിൽ കർത്താവ് അനുഷ്ഠിച്ച ആ ബലിയർപ്പണത്തോടുകൂടി ഇനി ബലിയർപ്പണമേ ആവശ്യമില്ല. ബലിയർപ്പിക്കുവാൻ ഒരു പുരോഹിതൻ്റെ ആവശ്യവുമില്ല. യെരൂശലേം ദേവാലയത്തിൻ്റെ തിരശ്ശീല മുകൾ തൊട്ട് അടിവരെ കീറിപ്പോയതുകൊണ്ട് ഇനി പ്രത്യേക പുരോഹിതനോ പുരോഹിത ദൗത്യമോ ബലിയർപ്പണമോ ഇല്ലാത്ത ഒരു സഭയാണ് യേശുക്രിസ്തു സ്ഥാപിച്ചിരിക്കുന്നത് എന്ന് പെന്തക്കസ്ത സഭയിലെ ആളുകൾ പഠിപ്പിക്കുന്നു. നാം പള്ളിയിൽ പാടുന്ന ഒരു പാട്ടുണ്ട്. ആ പാട്ട് തനി വേദവിപരീതമാണ് എന്ന് അവർ ഉദ്ഘോഷിക്കുന്നു. നമുക്കെല്ലാവർക്കും ചേർന്ന് ആ പാട്ടൊന്ന് പാടാം. നിങ്ങൾ എൻ്റെ കൂടെ പാടണം. ദൈവം സൃഷ്ടിച്ചാദത്തെ സൃഷ്ടാവോടു തുല്യം സൃഷ്ടി. ആ പാട്ടിൽ അടുത്ത സ്റ്റാൻസിയായി നമ്മൾ ചൊല്ലുന്നതാണ് വേദവിപരീതം എന്ന് പെന്തക്കസ്ത സഭകൾ പഠിപ്പിക്കുന്നത്. നമുക്ക് ആ പാട്ടിൻ്റെ രണ്ടാമത്തെ സ്റ്റാൻസ് ചൊല്ലാം. ആദ്യാചാരിത്വം കൈക്കൊണ്ടകരോന്മൂശയോടൊന്നീച്ച്. എന്താണ് പാടിയതിൻ്റെ അർത്ഥം?
ആദ്യമായി ആചാര്യത്വം കൈക്കൊണ്ടു ആര്? അഹ്റോനും മോശെ. മോശയും ഒരുമിച്ച്. പിന്നെ പാടുന്നത് സ്കാറിയായിക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി. ആ പൗരോഹിത്യം മോശ സ്കറിയായ്ക്ക് എഴുതി കൊടുത്തു എന്ന് പറഞ്ഞാൽ നേരിട്ട് കൊടുത്തു എന്നല്ല, തലമുറകളായി കൈമാറി വന്ന് ആ പൗരോഹിത്യം ആചാര്യനായ സക്കറിയായിലെത്തി. സ്കറിയായ്ക്കതു നൽകി മോശ സ്കറിയായോഹന്നാനേകി. യോഹന്നാൻ കർത്താവിനും കർത്താതൻ സ്ലീഹന്മാർക്കും നാനാ സൃഷ്ടിവിഭാഗങ്ങൾ കേകി ശ്രീഹന്മാർ. ഈ പാട്ടിനെക്കുറിച്ച് പെന്തക്കോസ്ത് സഭയിലെ പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് വേദവിപരീതം പഠിപ്പിക്കുന്നു എന്നാണ്. ഇല്ലാത്ത പൗരോഹിത്യവും വല്ലാത്ത ബലിയർപ്പണവുമായി ഓർത്തഡോക്സ് സഭ വിശ്വാസികളെ വഞ്ചിക്കുന്നു എന്നാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൺവെൻഷൻ ദിനത്തിൽ നമ്മുടെ പിതാക്കന്മാർ നമുക്ക് പകർന്നു തന്നിട്ടുള്ള ഈ വിശ്വാസത്തെ സംബന്ധിച്ച്, ഇതിൻ്റെ സത്യത്തെ സംബന്ധിച്ച് അല്പമായി വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ കാണിക്കുന്ന താല്പര്യത്തെ ഞാൻ ആദരിക്കുന്നു. ഒരു കുഞ്ഞു പോലും അനങ്ങാതെ ഇത് കേട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതിൽ എനിക്ക് പ്രത്യേക സന്തോഷമുണ്ട്, നന്ദിയുണ്ട്. യോഹന്നാനിൽ എത്തിയ പൗരോഹിത്യം, അതിൻ്റെ അർത്ഥം മുഴുവൻ ഞാൻ പറയണമെന്നില്ലല്ലോ. മോശയും അഹ്റോനും ഏറ്റ പൗരോഹിത്യം സ്കറിയായ്ക്ക് കൊടുത്തു. സ്കറിയായിൽ നിന്ന് സ്കറിയായുടെ മകൻ യോഹന്നാന് കൊടുത്തു. യോഹന്നാൻ അത് യേശുക്രിസ്തുവിന് കൊടുത്തു. യേശുക്രിസ്തു ശിഷ്യന്മാർക്ക് കൊടുത്തു. ശിഷ്യന്മാരിൽ നിന്ന് നാനാ സൃഷ്ടി വിഭാഗങ്ങൾക്ക് ആ പൗരോഹിത്യം കൈമാറി. ഇതാണ് ആ പാട്ടിൻ്റെ ചുരുക്കം. ആ പാട്ട് തെറ്റാണ്, വേദവിപരീതമാണ് എന്ന് വാദിക്കുന്നതിൻ്റെ കാരണം എന്താണ്? യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അഹ്റോന്യ പൗരോഹിത്യമല്ല. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ വിധത്തിലുള്ള പൗരോഹിത്യമാണ്. ആരാണ് മൽക്കിസദേക്ക് എന്നൊന്നും പറയുവാൻ ഞാനിപ്പോൾ മെനക്കെടുന്നില്ല. നിങ്ങൾ മൽക്കിസദേക്കിനെക്കുറിച്ച് കേൾക്കുന്നത് ഉൽപ്പത്തി പുസ്തകം 14-ാം അധ്യായം 18, 19, 20 വാക്യങ്ങളിലാണ്. 102-ാം സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് വീണ്ടും മൽക്കിസദേക്കിനെ കാണാം. അവൻ മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ എന്നേക്കും ഒരു പുരോഹിതൻ. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യ പൗരോഹിത്യമാണ്. എന്നാൽ അഹ്റോന്യ പൗരോഹിത്യം താൽക്കാലിക പൗരോഹിത്യമാണ്. മോശയും അഹ്റോനും സ്വീകരിച്ച പൗരോഹിത്യം എങ്ങനെയാണ് ആ പൗരോഹിത്യം കൈവരുന്നത്? നിങ്ങൾ ലേവ്യ പുസ്തകം വായിക്കുമ്പോൾ 8-ാം അധ്യായത്തിൽ പല വിധത്തിലുള്ളതായ പഴയ നിയമകാലത്തെ യഹൂദൻ ആചരിച്ചിരുന്ന യാഗബലികളെക്കുറിച്ചറിയാം. അതിലൊരു യാഗത്തിൻ്റെ പേര്, കുഞ്ഞുങ്ങൾ മറന്നു പോകരുത്, കരപൂരണയാഗം. ദ സാക്രമെൻ്റ് ഓഫ് കോൺസിക്രേഷൻ, കരപൂരണയാഗം. കരപൂരണയാഗം ആണ് ഒരാളെ പുരോഹിതനാക്കുന്ന വിധം. പരുത്തി വസ്ത്രം കൊണ്ടുള്ള കാലറയും മേൽവസ്ത്രവും ധരിച്ച് തലയിൽ മുടി അണിയിച്ച് പൗരോഹിത്യ സ്ഥാനിയെ തൈലം കൊണ്ട് അഭിഷേകം ചെയ്ത് പ്രത്യേകമായ പ്രാർത്ഥനകൾ നിർവഹിച്ചു കഴിയുമ്പോൾ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പുരോഹിതനായിത്തീരും. അങ്ങനെ പുരോഹിതനാക്കുന്ന ശുശ്രൂഷയാണ്, ബലിയാണ് കരപൂരണയാഗം. 8 പ്രധാനപ്പെട്ട യാഗങ്ങളുണ്ട്. അതേക്കുറിച്ചൊന്നും പറയാൻ ഞാനിപ്പോൾ സമയമില്ലാത്തതുകൊണ്ട് മുതിരുന്നില്ല. അതിൽ കരപൂരണയാഗം നടത്തി ഒരു ലേവ്യ കുടുംബത്തിലെ പുരുഷനെ പുരോഹിതനാക്കി മാറ്റും. അങ്ങനെ കൊടുക്കുന്ന പൗരോഹിത്യം ലേവ്യ പൗരോഹിത്യമാണ്. ലേവ്യ പൗരോഹിത്യം നിഴലായ പൗരോഹിത്യമാണ്. അത് സമ്പൂർണ്ണമല്ല.
അത് സമ്പൂർണ്ണമായിരുന്നെങ്കിൽ മറ്റൊരു പൗരോഹിത്യത്തിൻ്റെ ആവശ്യമുണ്ടാകുമായിരുന്നില്ല എന്ന് എബ്രായ ലേഖനകർത്താവ് പറയുന്നുണ്ട്. ലേവ്യ പൗരോഹിത്യം സമ്പൂർണ്ണമാണെങ്കിൽ മറ്റൊരു പൗരോഹിത്യം മൽക്കിസദേക്കിൻ്റെ വിധത്തിൽ മറ്റൊരു പൗരോഹിത്യം വരാൻ എന്തോ ഒരാവശ്യം എന്ന് എബ്രായ ലേഖനകർത്താവ് ചോദിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ രണ്ട് വാചകങ്ങളെ കണ്ടുകൊണ്ട് നമുക്കൊരു കാര്യം സമ്മതിക്കാം. കർത്താവിൻ്റെ ഗോകുൽത്തായിലെ കുരിശുമരണത്തോടുകൂടി ഒന്നാമത്തേത് നീങ്ങിപ്പോയി. ഇനി പാപത്തിനു വേണ്ടി ഒരു യാഗമില്ല. കാൽവറിയിലെ ക്രൂശിലെ യാഗത്തോടുകൂടി എല്ലാം അവസാനിച്ചു എന്ന് പറയുന്ന കാര്യം നമുക്ക് സമ്മതിക്കാം. എന്നാൽ വേദപുസ്തകം ശരിയായി പഠിക്കുമ്പോൾ ഈ വാക്യം, നാം വായിച്ചു കേട്ട വാക്യം നിങ്ങൾ ഓർമ്മയിലിരിക്കണം, ആരോടും പറയാൻ നിങ്ങൾക്ക് കഴിയണം. എബ്രായ ലേഖനം 10-ാം അധ്യായം 9-ാം വാക്യം, 10-9, അത് ഓർമ്മയിലിരിക്കട്ടെ. ഇതാ ഞാൻ അവൻ്റെ ഇഷ്ടം ചെയ്യുവാൻ വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാൻ ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു. ഒന്നാമത്തേതിനെ നീക്കിക്കളഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ്. പെന്തക്കോസ്ത് സഭകളുടെ ആ നിലപാട് നമുക്ക് അംഗീകരിക്കാം. എന്തിനാണ് മാറ്റിക്കളഞ്ഞത്? രണ്ടാമത്തേതിനെ സ്ഥാപിപ്പാനാണ്. എന്താണ് രണ്ടാമത്തേത്? പ്രധാനമായി ഞാൻ രണ്ട് കാര്യങ്ങളാണ് പറയുന്നത്. രണ്ടാമത്തേതായി സ്ഥാപിക്കപ്പെട്ടത്, ഒന്ന് ക്രിസ്തീയ പൗരോഹിത്യം, രണ്ട് ക്രിസ്തീയ ബലിയർപ്പണം. പൗരോഹിത്യമില്ല, ബലിയർപ്പണമില്ല എന്ന് പറയുന്ന ആധുനിക സഭകളുടെ പഠിപ്പിക്കൽ എത്രമാത്രം തെറ്റായിട്ടുള്ളതാണെന്ന് ഈ രാത്രിയിൽ ശാന്തമായി പഠിക്കുവാൻ ഞാൻ നിങ്ങളെ ആഹ്വാനം ചെയ്യുകയാണ്. നമുക്ക് ഈ കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ വളരെ അകലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിച്ച് ഉത്തരം കേൾക്കാൻ എനിക്ക് പ്രയാസമാണ്. യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നതിൻ്റെ കാര്യം നാം കണ്ടു കഴിഞ്ഞു. എല്ലാവരും ഉയർത്തെഴുന്നേൽക്കണം. ആ പിതാവിൻ്റെ ഇഷ്ടം നിവർത്തിക്കാൻ അവൻ വന്നു. അങ്ങനെ ഉയർത്തെഴുന്നേൽക്കണമെങ്കിൽ എന്തു വേണം? അത് നമുക്ക് പിന്നാലെ കാണാം. അതിനു മുമ്പ് ഈ ഒരു കാര്യം പ്രത്യേകം ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. യേശു ലോകത്തിലേക്ക് വന്നതിൻ്റെ ഉദ്ദേശം അവൻ പറഞ്ഞു. യേശു ആരായിട്ടാണ് വന്നത്? പെന്തക്കോസ്ത് സഭകൾ പഠിപ്പിക്കും, യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ തിരഞ്ഞെടുത്ത് നിയമിച്ചാക്കി. 12 പുരോഹിതന്മാരെ ആക്കിയിട്ടില്ല. അവർ 12 പേരും അപ്പോസ്തലന്മാരാണ്. അതുകൊണ്ട് പുതിയ നിയമസഭയിൽ പുരോഹിതനില്ല. ആ പൗരോഹിത്യം കാൽവരി ക്രൂശിൽ യാഗം അർപ്പിക്കപ്പെട്ടതോടെ അവസാനിച്ചു എന്നാണ് പറയുന്നത്. നിങ്ങൾ ഓർക്കണം. അതെ, പുതിയ നിയമസഭയിൽ പുരോഹിതനില്ല. കാരണം സഭയിൽ 12 അപ്പോസ്തലന്മാർ മാത്രമേ ഉള്ളൂ. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ്. യേശു ക്രിസ്തു ആരാണ്? യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. യേശു ക്രിസ്തു 12 അപ്പോസ്തലന്മാരെ നിയമിച്ചാക്കി. യേശു ക്രിസ്തു ഒരു അപ്പോസ്തലനാണോ? നിങ്ങൾക്ക് എന്തു തോന്നുന്നു? അപ്പോസ്തലനാണോ? നിങ്ങൾ ചിന്തിക്കാൻ വേണ്ടി ഈ ചോദ്യം ഞാൻ വിടുകയാണ്. യേശു 12 അപ്പോസ്തലന്മാരെ നിയമിച്ചു. യേശു മഹാപുരോഹിതനാണ്, തർക്കമില്ല. പക്ഷേ അവൻ അപ്പോസ്തലനാണോ എന്ന കാര്യം നാം അറിയണം. എബ്രായ ലേഖനം 3-ാം അധ്യായം 1-ാമത്തെ വാക്യം. അതുകൊണ്ട് വിശുദ്ധ സഹോദരന്മാരെ സ്വർഗീയ വിളിക്ക് ഓഹരിക്കാരായുള്ളവരെ നാം സ്വീകരിച്ചു പറയുന്ന അപ്പോസ്തോലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു ആരാണെന്ന് എബ്രായ ലേഖന കർത്താവ് സംശയമില്ലാതെ പറയുന്നു. നാം സ്വീകരിച്ചു പറയുന്ന
അപ്പോസ്തലനും മഹാപുരോഹിതനുമായ യേശുവിനെ ശ്രദ്ധിച്ചു നോക്കുവിൻ. യേശു മഹാപുരോഹിതനാണെന്ന് നാം കണ്ടു. ഞാൻ വായിച്ചപ്പോൾ നമുക്ക് മനസ്സിലായി. യഹൂദന്മാരുടെ ഇടയിൽ യഹൂദ പൗരോഹിത്യം ലഭിക്കുന്ന പുരുഷന് കരപൂരണയാഗം നടത്തിയിട്ടാണ് പുരോഹിത സ്ഥാനത്തേക്ക് വരുന്നത്. യേശു ക്രിസ്തുവിന് അങ്ങനെ ഒരു പുരോഹിത ശുശ്രൂഷ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ചടങ്ങ് നടത്തേണ്ടതുണ്ടോ? നിങ്ങൾ ചിന്തിക്കാനാണ് ഞാൻ ഈ ചോദ്യം തരുന്നത്. അവൻ സ്വർഗത്തിൽ നിന്ന് പിതാവാം ദൈവത്താൽ അയക്കപ്പെട്ടിരിക്കുന്നത് മഹാപുരോഹിതനായിട്ടാണ്. ഇനി അവനെ പുരോഹിതനായി വാഴിക്കേണ്ടതുണ്ടോ? വാഴിക്കേണ്ടതില്ല. എന്നാൽ പഴയ നിയമ ലേവ്യ പുരോഹിതൻ അവൻ പുരോഹിതനാകാൻ കരപൂരണ യാഗത്തിന് വിധേയനാകണം. യേശുവിന് അങ്ങനെ യാഗത്തിൻ്റെ ആവശ്യമില്ല, കാരണം അവൻ പുരോഹിതനാണ്. എന്നാൽ യേശു പുരോഹിതനാണ് എന്ന വസ്തുത പ്രഖ്യാപിക്കപ്പെടേണ്ടതുണ്ട്, അത് പ്രസ്താവിക്കേണ്ടതുണ്ട്, അതറിയപ്പെടേണ്ടതുണ്ട്. അതെങ്ങനെ നടക്കും? വളരെ പ്രയാസമുള്ള എബ്രായ ലേഖനത്തിലെ ഒരു വാക്യം ഇവിടെ വായിക്കുകയാണ്. നിങ്ങൾ നല്ലവണ്ണം ശ്രദ്ധിച്ചാൽ മാത്രമേ അതിൻ്റെ അർത്ഥം മനസ്സിലാവൂ. പുതുപ്പള്ളി ഇടവകയിലെ ആളുകൾ സഭാസ്നേഹികളും ബുദ്ധിയുള്ളവരുമാണ്. നിങ്ങൾ നല്ലവണ്ണം കേൾക്കൂ. ഒറ്റയ്ക്കൊരു വാക്യം, ആ വാക്യത്തിന് 2 ഭാഗങ്ങളുണ്ട്. എബ്രായ ലേഖനം 7-ാം അധ്യായം 28-ാമത്തെ വാക്യം ആ അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ വാക്യമാണ് നിങ്ങളെ വായിച്ച് കേൾപ്പിക്കുന്നത്. ആ വാക്യം കേൾക്കുമ്പോൾ യേശുവിൻ്റെ പൗരോഹിത്യം എങ്ങനെ പ്രഖ്യാപിക്കപ്പെടണമെന്ന് അപ്പോസ്തലൻ പറയും, നമുക്ക് കേൾക്കാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യരെ മഹാപുരോഹിതന്മാരാക്കുന്നു. മതി, അവിടെ നിർത്താം. ഞാനതിനൊരു എക്സ്പ്ലനേഷൻ പറയാം. നിങ്ങൾ വളരെ അകലെ ഇരിക്കുന്നതുകൊണ്ട് നിങ്ങളോട് ചോദ്യം ചോദിച്ച് നിങ്ങളിൽ നിന്ന് ഉത്തരം കിട്ടാൻ എനിക്ക് നിവൃത്തിയില്ല. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. എന്താണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം? ന്യായപ്രമാണപ്രകാരമുള്ള ചട്ടവട്ടങ്ങൾ നിവർത്തിച്ചു കഴിയുമ്പോൾ, ബലിയർപ്പിച്ചു കഴിയുമ്പോൾ, യാഗമർപ്പിച്ചു കഴിയുമ്പോൾ, കരപൂരണയാഗം നടത്തിക്കഴിഞ്ഞ് പട്ടുവസ്ത്രങ്ങളൊക്കെ അണിയിച്ച് ഒരു പുരുഷനെ ഒരുക്കി ആ യാഗമർപ്പിച്ചു കഴിയുമ്പോൾ ന്യായപ്രമാണ ചട്ടവട്ടങ്ങൾ സാധാരണ മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. അതാണ് അപ്പോസ്തലൻ പറഞ്ഞത്. അടുത്തത്, ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ? നന്നായിട്ട് കേൾക്കണം. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ? ആണയുടെ വചനമോ? ഞാൻ നിർത്തുകയാണ്. ന്യായപ്രമാണത്തിന് പിൻപുള്ള, ന്യായപ്രമാണ കാലത്തിന് ശേഷമുള്ള, ആ കാലഘട്ടത്തിൽ ന്യായപ്രമാണപ്രകാരം പൗരോഹിത്യം കൊടുക്കുന്നില്ല. ന്യായപ്രമാണത്തിന് ശേഷമുള്ള യേശു ക്രിസ്തുവിൻ്റെ പൗരോഹിത്യം അതെങ്ങനെ കൊടുക്കും? ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. യേശു ക്രിസ്തു മഹാപുരോഹിതനാണ്. അവനെ പുരോഹിതനായി വാഴിക്കേണ്ട ആവശ്യമില്ല. എന്നാൽ അവൻ പുരോഹിതനാണ് എന്ന് പ്രഖ്യാപിക്കേണ്ടിയിരിക്കുന്നു, അതറിയേണ്ടിയിരിക്കുന്നു. അതെങ്ങനെയാണ്? ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനം അവനെ പുരോഹിതനാക്കും. നിങ്ങളിപ്പോൾ തലപുകഞ്ഞ് ആലോചിക്കുകയായിരിക്കും, എന്താണ് ഈ ആണയുടെ വചനം? പ്രിയപ്പെട്ടവരെ, അതറിയുവാനൊരു വഴിയുണ്ട്. ആണയിട്ടു എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഉറക്കെ പറയൂ. ആണയിട്ടു, സത്യം ചെയ്തു. അപ്പോൾ ആണയുടെ വചനം, ആണയിട്ടു എന്നുള്ളതിന് നമുക്ക് ആ വാക്ക് ഉപയോഗിക്കാമെങ്കിൽ, സത്യം ചെയ്തെങ്കിൽ ആണ എന്ന് പറയുന്നത് എന്താണ്? ആണയുടെ വചനം
സത്യത്തിൻ്റെ വചനം. സത്യം ഒന്നേ ഉള്ളൂ, ആ സത്യം ദൈവമാണ്. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കേണ്ടത് ആരാണ്? ആണയുടെ വചനം. ആണയുടെ വചനം എവിടെ നിന്ന് വരണം? സ്വർഗത്തിൽ നിന്ന് വരണം, പിതാവിൽ നിന്ന് വരണം. അങ്ങനെ വരുന്ന ആണയുടെ വചനമാണ് യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കുന്നത്. ഈ സംശയം നിങ്ങൾക്കിനി ഉണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇങ്ങനൊരു വാക്യം വേദപുസ്തകത്തിലുണ്ടോ എന്ന് ഞാൻ പാസ്റ്റർമാരുമായി സംസാരിച്ചിട്ടുണ്ട്. അവർക്ക് പോലും ഇങ്ങനെ വാക്യം വേദപുസ്തകത്തിലുണ്ടെന്ന് നിശ്ചയമേ ഇല്ലായിരുന്നു. ആണയുടെ വചനം അവൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കും. ന്യായപ്രമാണം, ഒന്നുകൂടെ ഞാൻ വാക്യം പറയാം. ന്യായപ്രമാണം ബലഹീന മനുഷ്യനെ മഹാപുരോഹിതനാക്കുന്നു. ന്യായപ്രമാണത്തിന് പിൻപുള്ള ആണയുടെ വചനമോ എന്നേക്കും തികഞ്ഞവനായ പുത്രനെ പുരോഹിതനാക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം ആണയുടെ വചനത്താൽ പ്രഖ്യാപിക്കപ്പെടണം. ആണയുടെ വചനമെന്ന് പറയുന്നത് സ്വർഗത്തിൽ നിന്ന് വരേണ്ട വചനമാണ്, പിതാവാം ദൈവത്തിൽ നിന്നുള്ള വചനമാണ്. അതെപ്പോൾ നടക്കുന്നു, എങ്ങനെ നടക്കുന്നു എന്ന് നമുക്ക് കാണാം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു സ്നാനമേൽക്കാൻ യോർദാൻ കരയിൽ യോഹന്നാൻ്റെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് കാണാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ എത്തുകയാണ്. യോർദാൻ കര അവൻ. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായം 13-ാമത്തെ വാക്യം മുതൽ വായിക്കുമ്പോൾ യേശു സ്നാനമേൽക്കാൻ യോർദാൻ കരയിൽ യോഹന്നാൻ്റെ അടുക്കൽ ചെല്ലുന്നത് നമുക്ക് കാണാം. അനന്തരം യേശു യോഹന്നാനാൽ സ്നാനമേൽക്കുവാൻ ഗലീലിൽ നിന്ന് യോർദാൻ കര അവൻ്റെ അടുക്കൽ വന്നു. അവൻ്റെ അടുക്കൽ സ്നാനം സ്വീകരിക്കുവാൻ എത്തുകയാണ്. യോഹന്നാനോ അവനെ വിലക്കി. യോഹന്നാനോ അവനെ വിലക്കി. നിന്നാൽ സ്നാനമേൽക്കുവാൻ എനിക്ക് ആവശ്യം. നിന്നാൽ ഞാനാണ് സ്നാനമേൽക്കേണ്ടത്, നീ എന്നിൽ നിന്നല്ല. കാരണം ഈ സ്നാനം പാപമോചന സ്നാനമാണ്, മാനസാന്തര സ്നാനമാണ്. ഞാൻ പാപിയാണ്, നീ പാപമില്ലാത്തവനാണ്. അതുകൊണ്ട് നീ എനിക്കാണ് സ്നാനം തരേണ്ടത്, നീ എന്നിൽ നിന്ന് സ്നാനമേൽക്കേണ്ടതില്ല എന്ന് യോഹന്നാൻ യേശുവിനെ തടയുകയാണ്. പിന്നെ നീ എൻ്റെ അടുക്കൽ വരുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, നീ ഇപ്പോൾ സമ്മതിക്കുക. ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമെന്ന് ഉത്തരം പറഞ്ഞു. ന്യായപ്രമാണം നിവർത്തിക്കുന്നത്, നീതി എന്ന് പറയുന്നത് ന്യായപ്രമാണമാണ്. ന്യായപ്രമാണം നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതമാണ്. നീ ഇപ്പോൾ സമ്മതിക്കൂ, സ്നാനം തരൂ. ഒരിക്കലും സ്നാനമേൽക്കാൻ ആവശ്യമില്ലാത്ത യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ യോഹന്നാൻ്റെ അടുക്കൽ സ്നാനത്തിനെത്തുകയാണ്. ഇതാണ് പിതാക്കന്മാർ ആ പാട്ടുപാടാൻ കാരണം. നമുക്കതിലേക്ക് വരാം. എന്താണ് 30-ാമത്തെ വയസ്സിൻ്റെ പ്രാധാന്യം? യേശു എന്തുകൊണ്ട് 30-ാമത്തെ വയസ്സ് വരെ സ്നാനമേറ്റില്ല? എടുത്തു വായിക്കണമെന്നില്ല, നിങ്ങൾ വീട്ടിൽ പോയി എടുത്തു വായിക്കണം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. സംഖ്യാപുസ്തകം 4-ാം അധ്യായം 1-ാമത്തെ വാക്യം. അവിടെ ഇങ്ങനെ യഹോവയായ ദൈവം മോശയോട് കൽപ്പിക്കുന്നു, നീ ലേവ്യരിൽ കെഹാത്യരിൽ നിന്ന് 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ പ്രായമുള്ളവരായി സമാഗമന കൂടാരത്തിൽ വേലയ്ക്ക് ആളെ തിരഞ്ഞെടുക്കണം. ലേവ്യ ക്രമമനുസരിച്ച് ഒരു ലേവ്യ പുരോഹിതൻ പുരോഹിത സ്ഥാനത്തേക്ക് വരുന്നത് 30-ാമത്തെ വയസ്സിലാണ്. 50-ാമത്തെ വയസ്സിൽ ആ പൗരോഹിത്യം തീരും. ഞാനും പ്രിയപ്പെട്ട അച്ഛനുമൊക്കെ സ്വീകരിച്ചിരിക്കുന്ന ഈ പൗരോഹിത്യം നിത്യമാണ്. യേശുക്രിസ്തുവിൻ്റെ പൗരോഹിത്യം നിത്യമാണ്. എന്നാൽ നിഴലായ അഹ്റോന്യ പൗരോഹിത്യം അത് താൽക്കാലികമാണ്. 30 വയസ്സ് മുതൽ 50 വയസ്സ് വരെ മാത്രം. യേശുക്രിസ്തു 30-ാമത്തെ വയസ്സിൽ സ്നാനമേൽക്കാൻ ചെല്ലുന്നു. പൗരോഹിത്യ സ്ഥാനത്തിനുള്ള യോഗ്യത 30 വയസ്സാകണമെന്നുള്ള ആ കണ്ടീഷൻ
ഇവിടെ നിറവേറുന്നതായി നമുക്ക് കാണാം. യോഹന്നാനെ നിർബന്ധിച്ചു. യോഹന്നാൻ അവന് സ്നാനം കൊടുത്തു. സ്നാനമേറ്റ് അവൻ വെള്ളത്തിൽ നിന്ന് കയറിയപ്പോൾ എന്താണ് ഉണ്ടായത് എന്ന് നമുക്ക് വായിച്ച് കേൾക്കാം. അപ്പോൾ സ്വർഗം തുറന്നു. യേശു അവനോട്, ഇപ്പോൾ സമ്മതിക്കുക, ഇങ്ങനെ സകല നീതിയും നിവർത്തിക്കുന്നത് നമുക്ക് ഉചിതം എന്ന് ഉത്തരം പറഞ്ഞു. എന്നാറെ അവനെ സമ്മതിച്ചു. സ്വർഗം തുറന്ന് യേശു സ്നാനമേറ്റ ഉടനെ വെള്ളത്തിൽ നിന്ന് കയറി. അപ്പോൾ സ്വർഗം തുറന്നു. ദൈവാത്മാവ് പ്രാവുന്ന പോലെ ഇറങ്ങി തൻ്റെ മേൽ വരുന്നത് അവൻ കണ്ടു. ദൈവാത്മാവ് പ്രാവെന്ന് പറഞ്ഞ ഇറങ്ങി അവനിൽ ആവസിക്കുകയും സ്വർഗത്തിൽ നിന്നൊരു ശബ്ദം കേൾക്കുകയും ചെയ്തു. എന്താണ് ആ ശബ്ദം? ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു. ഇതാണ് ആണയുടെ വചനം. ഈ ആണയുടെ വചനമാണ് യേശുവിനെ പ്രിയപുത്രനായി ദൈവത്തിനും മനുഷ്യനും ഇടയിൽ നിൽക്കുന്ന പുരോഹിത മധ്യസ്ഥനായി ആക്കി തീർക്കുന്ന അവസരം എന്ന് പിതാക്കന്മാർ മനസ്സിലാക്കിയിട്ടാണ് ഈ ഗാനം ഇങ്ങനെ പാടുവാൻ ഇടയായത്. അങ്ങനെ മോശയും അഹറോനും സ്വീകരിച്ച പൗരോഹിത്യം പകർന്ന് വന്ന് അത് യോഹന്നാനിൽ എത്തി നിൽക്കുകയാണ്. യോഹന്നാനിൽ നിന്ന് സ്നാനമേൽക്കേണ്ട ആവശ്യമില്ലാത്ത യേശു ക്രിസ്തു, പാപമില്ലാത്ത ക്രിസ്തു അവിടെ ചെന്ന് അവനിൽ നിന്ന് സ്നാനം സ്വീകരിക്കുമ്പോൾ സ്വർഗം തുറന്നു. ഇവനെൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന ആണയുടെ വചനമുണ്ടായി. അവൻ്റെ പൗരോഹിത്യം പ്രഖ്യാപിക്കപ്പെട്ടു.